ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും. എത്ര മാസം ആയടാ? ഞാൻ ഗർഭിണിയായിരുന്നു. അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാളെ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി. ഹേ, അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ? ഞാൻ വിശ്വസിക്കില്ല. ഇവൻ കോയം, ഞാൻ കോയ, രണ്ടു കോയേ. എന്താണ് ഇത്? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. നീ എനിക്കൊരു ഉമ്മ. ഉമ്മാണ്ടേ? ഉമ്മ അതാ അലാക്കണ്ടേ? അലക്കണ്ട, ഉമ്മ. ഉമ്മ മുദ്ദിലി വാല മുതല വാല്. ഉമ്മ. ചേട്ടാ, ഒൻത റോക്സ് വേണ. ആ പെണ്ണിന്റെ വീട്ടുകാർ വന്നിരിക്കുന്നു. അയ്യോ, അവർക്ക് എല്ലാവർക്കും കൂടെ തികയില്ല. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. മനോരമല്ലേ ഹോട്ട് ന്യൂസ്? നിരപരാധിയായ ഒരു തഹസിൽദാരെ വേറൊരു തഹസിലെ മുറിക്കാത്തിന് പൊട്ടിയിരിക്കാണ്. ഈ അകത്തുള്ള തഹസിലെ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കാൻ എളുപ്പമായിരിക്കും. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ നിന്നോളാം. ഞാൻ നിൽക്കില്ല. കാരണം മീനാക്ഷിയുടെ ഇത്രയും പേരുള്ള ജാഥയിൽ എന്റെ മുഖം മാത്രം ഓർക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കേറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും. ഗ്രേസിക്കുട്ടി, തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം. അധികമാരും അറിയാൻ ഇടയില്ലെങ്കിലും അഭിനയ സാമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ലജ്ജാവഹം. Still I love you. അഡ്വർടൈസ്മെന്റിന് പറ്റിയ ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് പറഞ്ഞുതരാം. നിങ്ങൾ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വരൂ, ശരിയാക്കി വെക്കാം. ആ ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടേ. ഒരു സ്ഥലം വരെ പോകാനാ. അത്യാവശ്യമാണോ ചോദിക്കടാ? അത്യാവശ്യമാണോന്ന്? അത്യാവശ്യമാ. എന്താ രാവിലെ സാധാരണ കുളിക്കാറൊന്നുമില്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്താ? എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കുടിച്ച് പാട്ടുപാടിയിരുന്നു, മൃദംഗം വായിച്ചിരുന്നു, ആളെ തല്ലി കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്നു. എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച് ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി ഏത് നായിന്റെ മുമ്പ് പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല. ഉറപ്പിക്കാമോ? എന്നാ സോമം മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമം പിള്ളയ്ക്ക് ചെരക്കാൻ ഭയങ്കര നോട്ടം. കേളപ്പേട്ട, ആളെ മാറ്റിക്കോ. ആ നോട്ടം കണ്ടാൽ അറിയാം. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കണോ? പീഡിപ്പിക്കാൻ പറ്റിയ ആരെയും കാണാതെ കാളിയം പാഞ്ഞു നടക്കുമ്പോ നമ്മൾ ഒളിച്ചിരുന്ന് ചിരിക്കും ഇല്ലേ? കിളവിയല്ല പിന്നെ ആര്? നിന്റെ അമ്മൂമ്മേ? ഇത് മറ്റൊരു കിളവി. എടേ, നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. സീതാരാമായണം ഞാൻ എഴുതിയത് അവക്ക് വേണ്ടിയാണ്. ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഞാനത് ചിട്ടപ്പെടുത്തിയത്. അവൾ വെറുതെ കയ്യനക്കിയ. അതെ സാർ. അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത്? അല്ല സാർ, കുഞ്ഞിക്കാണ്. നിങ്ങളിത് കളിക്കാനുള്ള പതികളെ നീ കാണാത്ത ഇവ കാണുന്നത്.
അല്ല സാർ ഞാൻ അന്ധനാണ്. കുറച്ചാണ് മുമ്പിലാണ് നീ പറഞ്ഞത് നിന്റെ പേര് ജയരാമനാണ്. പെട്ടെന്ന് നീ ഇപ്പം നന്ദനായോ? എടോ ഇവന്മാരൊക്കെ തമ്പി മയിൽവാഹനം തലയില്ലടാ തലയെടുക്കറവ്